കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം ആരാധിക്കാം ആരാധിക്കാം മകൾ ധ്യാനിച്ചിടാം കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, 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 hallelujah. Hallelujah.
സുവിശേഷം 4-ാമത്തെ അധ്യായം 31 വചനം. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി ശാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശുവിനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉദരം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ ആത്മാക്കളോട് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപപ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. ഇവിടെ നോക്കണമേ, കർത്താവ് കഫർനാമിൽ വചനം പ്രസംഗിക്കുകയാണ്. യേശുവിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായ, കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. യേശുവിൻ്റെ പ്രസംഗം അത് ശക്തിയും അധികാരമുള്ളതായിരുന്നു. യേശുവിൻ്റെ വചനം ആത്മാവും ജീവനുമായിരുന്നു. അപ്പോൾ ആ പ്രഘോഷണം സംഭവിച്ചപ്പോൾ അവിടെ വ്യാപിച്ച, അവിടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു വ്യക്തിയിൽ ആവശിച്ചിരുന്ന അശുദ്ധാത്മാവ് വെളിപ്പെട്ടു. ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് എബ്രായലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, തിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനത്തെ തുളച്ചു കയറാൻ പറ്റും. ഒരുവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിലേക്ക് വചനം തുളഞ്ഞു കയറുമ്പോൾ ആ വചനം ആത്മാവും ജീവനുമാണ്. ജീവനുമായ ആ വചനം തുളഞ്ഞു കയറുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന അശുദ്ധാത്മാവിന് ഇരിക്കാൻ പറ്റും. അത് കത്തും, പൊള്ളും, എല്ലാവരും നിലവിളിക്കും, പുറത്ത് ചാടും, വെളിപ്പെടുക. അശുദ്ധാത്മാക്കളെ പുറത്ത് ചാടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും, പരിശുദ്ധാത്മാവിന് സാധിക്കും. യഹൂദന്മാര് അല്ലെ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് വടിയെടുത്ത് അടിക്കും, കെട്ടിയിട്ട് അടിക്കും, പീഡിപ്പിക്കും, ആത്മാവ് പുറത്തു പോകാൻ വേണ്ടി ദ്രോഹിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ദൈവം, യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ അധ്യായം 12 അവിടെ യേശു പറയുന്നുണ്ട്, എന്നാൽ 12:28 വചനമാണ്, എന്നാൽ ദൈവ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ യേശു വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ദൈവാത്മാവിനെ കൊണ്ടാണ്. അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സാത്താൻ രാജ്യം നശിപ്പിക്കപ്പെടുന്നു, ദൈവരാജ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശക്തിയാലാണ് അശുദ്ധാത്മാക്കൾ വെളിപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്, പുറത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ അത് ഇന്നും സംഭവിക്കുന്നില്ല. വാസ്തവത്തിൽ വളരെ വിരളമായിട്ട് മാത്രമാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ഭൂമുഖത്ത്, ഇത്രമാത്രം വിശ്വാസികളുള്ള നമ്മുടെ ഈ ഭൂമുഖത്ത് വിശുദ്ധാത്മാക്കളെ പുറത്താക്കാനും പിശാചുകളുടെ മേൽ അവരെ കീഴ്പ്പെടുത്തുവാനും ശക്തിയുള്ള മനുഷ്യർ എത്ര പേരുണ്ട് വാസ്തവത്തിൽ. ഇതൊന്നും ആർക്കും കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. എല്ലാവർക്കും വേണ്ടത് ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ കൂടി ജീവിക്കുക. അതൊരു അടിമത്തമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിക്കാൻ താല്പര്യവും സമർപ്പണമുള്ള വ്യക്തികളില്ല, സമൂഹത്തിലില്ല. അവർക്ക് സാധിക്കുന്നില്ല. ആരെങ്കിലും വളർന്നു വരാൻ ശ്രമിച്ചാൽ വെട്ടിക്കളയുക, നശിപ്പിച്ച് കളയുക. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ, വളർത്താനായിട്ട് തയ്യാറുള്ളവരില്ല. അത് വലിയ പരാജയമാണ് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നില്ല, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നില്ല. എന്നാൽ മറ്റ് സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിലൊക്കെ അവരിതൊക്കെ വളരെ വ്യക്തമായി ശക്തമായിട്ട് ഇതിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, അവരതിനുവേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട്, അവരുടെ മുമ്പിൽ മറ്റ് പ്രതിബന്ധങ്ങളില്ലാത്തത് കൊണ്ട്, എതിർപ്പുകളില്ലാത്തത് കൊണ്ട് അവർ വളർന്നു വരുന്നു.
അവർക്ക് വേണ്ടി പരമദാനികൾ വിരിച്ചു കൊടുക്കുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. എന്നാൽ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം അൽമായയുടെ ശുശ്രൂഷകളോ അല്ലെ പുരോഹിതന്മാരെ തന്നെ ആയിക്കൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനാരും വളർത്തുകയില്ല. അത് വളരാൻ സമ്മതിക്കാത്തൊരു ദുരന്തം നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നില്ല. ഇനി അതല്ല, ഏതെങ്കിലും വ്യക്തിയിൽ ഇങ്ങനെ സംഭവിച്ച ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കിയെന്ന് സമയം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ കേട്ടിരുന്ന് പറയും ചെയ്യാൻ പാടില്ല, അപകടമാണ് തീർച്ചയായിട്ടും. അല്ല പറയും നിനക്ക് ചെയ്യാൻ അധികാരമില്ല, ചെയ്യരുതെന്ന് പറയും. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ശുശ്രൂഷ വലിയ അപകടം പിടിച്ച ശുശ്രൂഷയാണ്, നിസ്സാര കാര്യമല്ല. ഇങ്ങനെ ശുശ്രൂഷ നടത്തിയ ഒത്തിരിയേറെ ആൾക്കാരില്ല, എല്ലാവരും അടികൊണ്ട് വീണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഒരു ദയനീയമായ ഒരു ഭാഗമാണ്. സംരക്ഷണം ലഭിക്കാതെ പിശാചിനെ ആക്രമിക്കപ്പെട്ട അനേകം ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അത് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തൊരവസ്ഥയാണ്. അത് സാധാരണ വലിയ വിജയമാണ് ഇവരുടെ. എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത്? അത് ഒരു വ്യക്തിയുടെ ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയുടെ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഐക്യത്തിൻ്റെ കുറവാണ്, വിശുദ്ധീകരണത്തിൻ്റെ കുറവാണ്. ദൈവത്തിൻ്റെ വചനം ജ്ഞാനം 5:19 വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കും. അപ്പോൾ വിശുദ്ധി എന്ന പരിചയിൽ മാത്രമേ നമുക്ക് തിന്മയെ ചെറുക്കാൻ സാധിക്കത്തുള്ളൂ. ദുഷ്ടൻ ചൊരിക്കുന്ന കൂറുമ്പോൾ ചെറുക്കണമെങ്കിൽ വിശുദ്ധി എന്ന പരിചയം ഉണ്ടാകണം. വിശുദ്ധമായിട്ട് ജീവിക്കാൻ വില കൊടുക്കണം. പാപത്തിൽ വീഴാതെ, അശുദ്ധിയിൽ വീഴാതെ, ലോകമോഹം കൊടുങ്ങാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി വില കൊടുക്കണം. പ്രാർത്ഥിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. ഞാനിതൊക്കെ പറയുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും ഒരിക്കലും ഒരു വ്യക്തി നിലയിലല്ല. ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഈ അഭിഷേകമാണ്. ഞാൻ കടപ്പെട്ട അഭിഷേകത്തോടാണ്. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന അഭിഷേകം, അതൊരു അഭിഷേകമാണ്. ഈ അഭിഷേകമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവത്തോടും ഞാൻ വിശ്വസ്തനാണ്. കാരണം എനിക്കറിയാം എൻ്റെ വിളി എന്നെ ശുശ്രൂഷയിൽ എത്രമാത്രം ഞാൻ കരുതലുള്ളവനാക്കണം, ജാഗ്രത പാലിക്കണം. എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലുമൊക്കെ. ഇല്ല എങ്കിൽ അത് എനിക്ക് തന്നെ തകർച്ചയ്ക്ക് നാശത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം. സോ ഐ ആം വെരി കെയർഫുൾ. ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കുകയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, വിശുദ്ധമായ ജീവിതത്തിലൂടെ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് മാത്രമേ ഈ തിന്മ ചെറുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ ഒരു സംരക്ഷണം, അതാനോടുള്ള വലിയ ഭക്തിയും സ്നേഹവും വിശ്വാസവും, അതെനിക്ക് വലിയൊരു സംരക്ഷണ കവചമാണ് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. അതല്ലാതെ ഒരുവനെ കൊണ്ട് സാധിക്കില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം ശത്രു പിശാചായതുകൊണ്ട്, മനുഷ്യരാരുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് വിശുദ്ധരായൊരു സമൂഹത്തെയാണ്. വിശുദ്ധി പാലിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന ഒരു വിശുദ്ധ സമൂഹം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് വലിയൊരു നേട്ടമാണ്, ദൈവരാജ്യത്തിന് വലിയൊരു നേട്ടമാണ്. അത് വളർത്തിയെടുത്താൽ, വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ ശത്രുവിൻ്റെ സാമ്രാജ്യങ്ങളെ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്, പ്രാർത്ഥനയ്ക്ക് വന്നയാളാണ്. അയാൾ യേശുവിനെ വചനം കേൾക്കാൻ വേണ്ടി വന്ന ദേവാലയത്തിൽ വന്നവനാണ്. പക്ഷേ യേശുവിൽ നിന്ന് പുറപ്പെട്ട വചനവും ആത്മാവിൻ്റെ ശക്തിയും ആ മനുഷ്യനിൽ അശുദ്ധാത്മാവിനെ പുറത്തു കൊണ്ടുവന്നു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കം നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അങ്ങനമേ ഈ അശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ വെളിപ്പെട്ടപ്പോൾ പിന്നെ അവൻ സംസാരിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, അവൻ അലറി വിളിച്ചു എന്ന് പറയുന്നു, വചനം പറഞ്ഞിരിക്കുന്നു. ചോദിക്കുകയാണ്, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണ് നീ വന്നിരിക്കുന്നത്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ആ നാട്ടിൽ അനേകം മനുഷ്യർ യേശുവിനെ തച്ചൻ്റെ മകനോ അല്ലെ പിശാച് ബാധിതനോ ഭ്രാന്തനോ ഒക്കെ ആയിട്ട് യേശുവിനെ അവഗണിച്ചപ്പോൾ ഈ അശുദ്ധാത്മാവ് പറയുക, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കാരണം അവനറിയാം, അവൻ സാത്താൻ്റെ ശക്തിയാണ്, അവനറിയാം യേശു ആരാണ് എന്ന്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ഇരുന്ന ആ മനുഷ്യൻ്റെ മനസ്സല്ല അത് വിളിച്ചു പറയിപ്പിച്ചത്. അവനിൽ കുടികൊണ്ട് അശുദ്ധാത്മാവാണ്, സാത്താൻ്റെ ശക്തിയാണ് വിളിച്ചു പറഞ്ഞത്. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ
പരിശുദ്ധനാണ് എന്ന്. ഇവിടെ ഒരു അശുദ്ധാത്മാക്കൾ ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അതുണ്ട്. ഈ തലമുറയ്ക്ക് അതില്ല, തലമുറയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ആത്മാക്കളില്ലെന്ന് അർത്ഥമില്ല. ഈ തലമുറയിൽ അനേകം ആളുകൾ അശുദ്ധാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, അശുദ്ധാത്മാക്കൾ ബാധിച്ചവരാണ്. നമുക്കിതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആരും അതിനെതിരായിട്ട് നിൽക്കുന്നില്ല. ഏത് നിമിഷത്തിലും ഒരുവനെ ആക്രമിക്കാൻ അശുദ്ധാത്മാക്കൾ നിൽപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പണിക്ക് പോയി, അവൻ തിരിച്ചു വന്നപ്പോഴേക്കും അസ്വസ്ഥനായി, മാനസിക പരിഭ്രാന്തി ഉണ്ടായി. ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരനാണ്. പക്ഷെ ആള് ആക്രമിക്കപ്പെട്ടു, ആള് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു, മരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ്. വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ഇതൊന്നും ഒരിക്കലും മാനസിക പ്രതിഭാസമല്ലത്. ഒരു മാനസിക അസ്വസ്ഥ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാനസിക ഉണ്ടെങ്കിൽ പോലും സ്വയം തന്നെ കൊല്ലാനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ? അതൊരു കൂടിതലമാണത്. പക്ഷെ ഇവിടെ ഇവന് വളരെ വേഗത്തിൽ ഒരു കാര്യമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, കുടുംബത്തിനൊരു പ്രശ്നമില്ല, എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു മകൻ. പക്ഷെ വളരെ വേഗം അവൻ ആക്രമിക്കപ്പെട്ടു. പൈശാചികമായ ആക്രമണം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് സുബോധമില്ല, എന്താ ചെയ്യുന്ന അറിയില്ല. അവൻ തന്നെ പിന്നീട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തോ ചെയ്തു പോയി, എന്താ കാരണമെന്ന് അറിയില്ല, എന്തോ ചെയ്തു പോയി, ഉത്തരമില്ല. അച്യുതാത്മാക്കൾ ആവശ്യിച്ചപ്പോൾ, ആക്രമിച്ചപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ, അവനറിയില്ല എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തലം അശുദ്ധാത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് ബൈബിളിൽ വ്യക്തമായിട്ട് കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് അശുദ്ധാത്മാക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ 9:1 അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും. സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 10 1-ാമത്തെ വചനം, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. 2 കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മത്തായി 10:1 പറഞ്ഞിരിക്കുന്നതാണ് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താൻ അധികാരം കൊടുത്തു. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ വചനങ്ങൾക്ക് ഓരോ വചനത്തിലും വലിയ അർത്ഥവും ജീവനും ഉള്ളത്. ഈശോ പറഞ്ഞില്ലേ, ആകാശം ഭൂമി കടന്നു പോയാലും വചനത്തിൻ്റെ വള്ളി പുള്ളിക്ക് മാറ്റം സംഭവിക്കത്തില്ല. ഇതൊന്നും ചുമ്മാതെ എഴുതി വെച്ച കാര്യങ്ങളല്ല, ഇതൊക്കെ വളരെ ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട സത്യങ്ങളാണ്. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കണം, രോഗങ്ങൾ സുഖമാക്കണം. എന്നാൽ ലൂക്ക 9:1 പറഞ്ഞിരിക്കുന്നു, ശിഷ്യന്മാർക്ക് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും. ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടത്, പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഒരു കാര്യം വെളിപ്പെടുന്ന ഇതാണ്, മനുഷ്യരിൽ ആവശ്യിക്കുന്നത് അശുദ്ധാത്മാക്കളാണ്, ബഹിഷ്കരിക്കപ്പെടേണ്ടത് അശുദ്ധാത്മാക്കളാണ്. സ്ഥലങ്ങളിൽ ആവശ്യിക്കുന്ന അശുദ്ധാത്മാക്കളാണ്, ബഹിഷ്കരിക്കപ്പെടേണ്ടത് അശുദ്ധാത്മാക്കളാണ്. മനുഷ്യരിൽ ആവശ്യിക്കുന്നത് പിശാചുക്കളല്ല എന്ന് മനസ്സിലാക്കുക. പിശാചുകളുടെ മേൽ അധികാരം കൊടുത്തു. കാരണം ദൈവത്തിൻ്റെ ശക്തിയാണ് അധികാരം. അത് പിശാചുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. പിശാചുക്കളെ ബന്ധിക്കാനും കീഴ്പ്പെടുത്താനും ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അശുദ്ധാത്മാക്കൾ മനുഷ്യരിൽ ആവശ്യിക്കുന്നു, ആവശ്യിക്കുന്നവനെ ബഹിഷ്കരിക്കണം. അതാണ് ഈ അധികാരം, മത്തായി 11 അധികാരം. ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, അശുദ്ധാത്മാക്കൾ ഉള്ളത് കൊണ്ടാണല്ലോ പുറത്താക്കാൻ യേശു അധികാരം കൊടുത്തത്. അവ ഇല്ലെങ്കിൽ പിന്നെ ഒരു അധികാരത്തിൻ്റെ ആവശ്യമില്ല. പിശാചുകൾ ഉള്ളത് കൊണ്ടാണ് അവിടെ അധികാരം കൊടുത്തത്, ഇല്ലെങ്കിൽ അധികാരത്തിൻ്റെ ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് പോലും പഠിപ്പിക്കുന്നു, അശുദ്ധാത്മാക്കളുണ്ട്. അവയെ ബഹിഷ്കരിക്കാൻ ഓരോ ശിഷ്യന്മാർക്കും ക്രിസ്തു അധികാരവും ശക്തി കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിലൂടെ. മറ്റൊരു വചനം
മർക്കോസിന്റെ സുവിശേഷം മർക്കോസ് 9:14. അവൻ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ട് അവരെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവന് പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കുവാൻ അങ്ങനെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർ കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു എൻ്റെ പിതാവിനോട് ചോദിച്ചു, തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവൻ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്ന ആൾക്കൂട്ടം, എന്താണ് നിങ്ങൾ തർക്കിക്കുന്നത്? അപ്പോൾ ആ ആൾക്കൂട്ടത്തിലും ഒരു മനുഷ്യൻ മുന്നോട്ടെന്ന് പറയുകയാണ്, ഗുരു, ഞാൻ എൻ്റെ മകനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആത്മാവ് അവനെ ആവശ്യിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകെടുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കുവാൻ അങ്ങനെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർ കഴിഞ്ഞില്ല. ഈ അപ്പൻ പറയുകയാണ്. പിന്നീട് അയാൾ പറയുന്നുണ്ട്, ഇത് ഇവനെ പിടികൂടുന്നു, നിലം പതിപ്പിക്കുന്നു, നുരയും പതയും പുറപ്പെടുവിക്കുന്നു, അവൻ മരവിച്ചു പോകുന്നു. പലപ്പോഴും അത് അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിട്ടിട്ടുണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് നശിപ്പിച്ചു കൊന്നുകളയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ അപ്പൻ പറയുന്നൊരു വാക്കിതാണ്, ഒരു ആത്മാവ് ഇവനെ ആവശ്യിച്ചിരിക്കുന്നു. മൂകനായ ഒരു ആത്മാവ് അവനെ ആവശ്യിച്ചിരിക്കുന്നു. അശുദ്ധാത്മാവ് എന്ന് വാക്കോട് ഉപയോഗിച്ചിട്ടില്ല, ആത്മാവ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഒരു പിശാചെന്നല്ല അവിടെ പറഞ്ഞത്, ആത്മാവ് എന്നാണ് പറഞ്ഞത്. എ സ്പിരിറ്റ്. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്ത് സ്പിരിറ്റ് എന്നാണ് കൊടുത്തിരിക്കുക, ആത്മാവ്. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഒത്തിരിയേറെ സംശയങ്ങൾക്ക് ഉത്തരമാണ്. ബൈബിളിൽ മറ്റനേകം ഇടങ്ങളിൽ യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കിയെന്ന് അശുദ്ധാത്മാക്കൾ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദുഷ്ടശക്തി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ആ പൈശാശക്തി എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിശാച് എന്നർത്ഥമല്ല, പൈശാചിക ശക്തിയാണ്. പൈശാചിക ശക്തിയാണ് അശുദ്ധാത്മാവ്, അത് പിശാചല്ല. പിശാചിന് ശക്തിയുള്ള ആത്മാവാണ് അശുദ്ധാത്മാവ്. പക്ഷെ ഇവിടെ നമ്മളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തുകൊണ്ട് യേശു വ്യക്തമായിട്ട് ഇവിടെ ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, ആത്മാവ് നമ്മളെ ആവശ്യിച്ചിരിക്കുന്നു. ഈ മൂകന ആത്മാവ് അവനെ പിടികൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയാം, അവനെ പുറത്താക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ കൊണ്ട് സാധിച്ചില്ല. വചനം 20, ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. അവിടെയും പറഞ്ഞിരിക്കണം, ആത്മാവ് തള്ളിയിട്ടെന്നാണ് പറയുന്നത്. ഇതേ മർക്കോസ് സുവിശേഷകൻ മറ്റു പലയിടങ്ങളിലും അശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലാണ് ലഘുവിനെ കുറിച്ച് പറഞ്ഞത്. അശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുക, ആത്മാവെന്നല്ല പറയുക, അശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ വാസ്തവത്തിൽ നാം തിരിച്ചറിയണം, നമുക്ക് ബൈബിളിലെ ഓരോ സംശയങ്ങളുടെയും ഉത്തരങ്ങൾ ലഭിക്കുന്നത് ബൈബിളും തന്നെയാണ്. ബൈബിൾ ഡിക്ഷണറി ബൈബിൾ തന്നെയാണ്. ഇതാ യെശയ്യാ 34:16, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഇതെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു, അവിടുത്തെ കരം ചരട് കൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും, തലമുറകളോളം അവ അതിൽ വസിക്കും. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. കർത്താവിൻ്റെ ഗ്രന്ഥം തിരുവചനം ബൈബിളാണ്, അത് കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്ത് കാണാതിരിക്കുകയില്ല? ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അതായത് ഓരോ വചനത്തിനും ഇണവചനം ഉണ്ടാകും, ഓരോ വചനത്തിനും ഇണയുണ്ട്. വചനം പറയാണ്, ബൈബിൾ ഡിക്ഷണറി എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്.
നമ്മൾ ബൈബിളിലെ വചനത്തിൻ്റെ അർത്ഥങ്ങൾ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി ലോകത്തിലെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി പോയാൽ ഫോഷന്മാരാണ്. കാരണം ലോകത്തിലെ പുസ്തകങ്ങൾ മനുഷ്യ എഴുതിയ പുസ്തകങ്ങളാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിലെ അറിവാണ് പുസ്തകങ്ങളിൽ അവൻ പകർന്നു വെച്ചിട്ടുള്ളത്. ഈ അറിവുകൾ ദൈവത്തിൻ്റെ വചനവുമായി പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. നീ വായിക്കുന്ന പുസ്തകങ്ങൾ ആത്മീയ പുസ്തകങ്ങളായിരിക്കാം, ബൈബിളിൽ ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെങ്കിൽ നീ വായിക്കുന്നത് അത് വചനവുമായി ബന്ധമില്ലാത്തതാണ് എങ്കിൽ തള്ളിക്കളയുക, ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. കാരണം എല്ലാറ്റിനും അടിസ്ഥാനം വചനമാണ്. വചനത്തിൽ വേണം എല്ലാം പടുത്തുയർത്തപ്പെടുവാനായിട്ട്. വചനത്തിൽ ഇല്ലാത്തതാണ് ഒരുവൻ പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് അടിസ്ഥാനം കിട്ടില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും അടിസ്ഥാനം വചനത്തിൽ ഉണ്ടായിരിക്കണം.